അതെ ഡിജോ, ഇപ്പോൾ നമുക്കിനി ഏകദേശം 3 മണിക്കൂർ നേരമുണ്ട്, 3 മണിക്കൂർ അധികം നേരമുണ്ട്. എങ്കിൽ പോലും ഈ ശുശ്രൂഷ തുടങ്ങുവാനായിട്ട്, എങ്കിൽ പോലും രാവിലെ അതിരാവിലെ മുതൽ ആളുകളുടെ ഒരു ജനസാഗരം തന്നെയാണ്. ഞാനും ആളുകളുടെ ഇടയ്ക്ക് പെട്ടുപോയിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നമുക്കറിയാവുന്ന പോലെ ടീനേജേഴ്സിന്റെ, അതായത് അഡോളസൻസിന്റെ ജൂബിലിയും കൂടെയാണ്, അതിന്റെ സമാപനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ റോമിലേക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പാപ്പയുടെ ഫിനറലിനൊക്കെ വേണ്ടിയായിട്ട് എത്തിയിരിക്കുന്നത് 80,000 യുവജനങ്ങളാണ്, അതായത് ടീനേജേഴ്സ് ആണ്, കൗമാര പ്രായത്തിലുള്ളവരാണ്. അപ്പൊ അതും കൂടെ നമ്മുടെ തിരക്കിന് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. ഭയങ്കര ജനസാഗരമാണ്. അതുപോലെ തന്നെ വത്തിക്കാന്റെ മുമ്പിലുള്ള വിയാദൽ കൊൻസിലാസിയോനിലൂടെ മാത്രമാണ് നമുക്ക് അവിടുന്ന് എൻ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വത്തിക്കാന്റെ 2 സൈഡുകളിൽ നിന്നും വരുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര ബ്ലോക്ക് തന്നെയാണ്. ആളുകൾ വളരെ പേഷ്യൻസിനോടുകൂടെ കാത്തിരുന്നുകൊണ്ട് അവർക്ക് തങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ പാപ്പയ്ക്ക് എങ്ങനെയും അന്തിമ ആചരം അർപ്പിക്കണമെന്നുള്ള ആ ആഗ്രഹത്തിലും സ്നേഹത്തിലും ഒക്കെ എല്ലാവരും പേഷ്യൻസിനോടുകൂടെ ഓരോരുത്തരായിട്ട് കയറി വരികയാണ്. ഡിജോ, അച്ഛൻ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വത്തിക്കാനിലേക്ക് വിശ്വാസികൾ എല്ലാവരും ഒഴുകുന്നു, അവിടെ തിരക്ക്, അച്ഛൻ്റെ പിന്നിൽ ആളുകൾ വരുന്നതെല്ലാം കാണാൻ സാധിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് ഒരു വലിയൊരു ജനനിബിഡമായി മാറും. എത്ര ആളുകൾ, എത്ര ലക്ഷം ആളുകളെയാണ് വത്തിക്കാൻ ഈ ഒരു ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ടിജോ, ഇനി ഓർക്കുക 3 മണിക്കൂറും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പിയാച്ചയുടെ പകുതി തന്നെ നിറഞ്ഞു കഴിഞ്ഞു. ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പറയുന്നത് 3 ലക്ഷത്തോളം ആളുകൾക്ക് ഇവിടെ മേജർ ഇവന്റ്സിൽ പങ്കെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ലിറ്റർജിക്കൽ സെലിബ്രേഷന്, ആരാധനക്രമപരമായുള്ള വിശുദ്ധ കുർബാനകൾ, അങ്ങനത്തെയുള്ള ചടങ്ങുകൾക്ക് 80,000 പേർക്കാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്റെ പുറകിൽ കാണുന്ന ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൊത്തം പിയാച്ചയിൽ 3 ലക്ഷത്തോളം ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 2 ലക്ഷത്തിൽ ഏറെ പേര് എത്തുമെന്നാണ് പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്. പക്ഷെ അതിൽ കൂടുതൽ നമ്പർ പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 80,000 പേര് നമ്മൾ കൗമാരപ്രായത്തിലുള്ളവർ തന്നെ ജൂബിലിക്ക് വന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 3 ലക്ഷത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ എന്റെ പുറകിൽ കാണുന്ന മെയിൻ ഓൾട്ടർ അവിടെയായിരിക്കും, സെന്റ് പീറ്റർ ബസിലിക്കയുടെ അവിടെ റൈറ്റ് സൈഡിലായിരിക്കും. റൈറ്റ് സൈഡിലാണ് ബിഷപ്പുമാരും കർദിനാൽമാരും ഒക്കെ കോൺസെലബ്രേറ്റ് ചെയ്യുവാൻ വേണ്ടി കൂടുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഒഫീഷ്യൽസ് എല്ലാവരും. പല രാജ്യങ്ങളിൽ നിന്ന് 165 രാഷ്ട്രപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. 165 ഡെലിഗേഷൻസ് നിന്നൊക്കെ ആയിട്ട്. അതുപോലെയുള്ള വിശിഷ്ടാതിഥികൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പുറകിലുള്ള ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും. വലത് സൈഡില് കർദിനാൽമാരും ഇടത് സൈഡിലായിട്ടുള്ള ഓൾട്ടറിന്റെ ഭാഗത്ത് വിശിഷ്ട അതിഥികൾക്കുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വൈദികർക്കാണെങ്കിൽ ഈ സെന്റ് പീറ്റർ ബസിലിക്കയിൽ നിന്നും ബസിലിക്കയിലേക്ക് നോക്കുമ്പോൾ ഇടത് സൈഡിലാണ് വൈദികർ. ഒരു 4,500 മുതൽ 5,000 വൈദികരാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന് അന്തിമ ഉപചാരം അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ബലി പങ്കെടുക്കുവാനുമായിട്ടും എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട അഭയാർത്ഥികളും പാവപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള ഫ്രണ്ട് റോയിലും സ്ഥലങ്ങള് കരുതി വെച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് പരിശുദ്ധ പിതാവിന് അവരോടുള്ള സാമീപ്യം അറിയിക്കുവാനും സ്നേഹം അറിയിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് പരിശുദ്ധാവിന്റെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണെന്ന് ഉള്ളത് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്കും പ്രത്യേകമായ ഒരു സ്ഥലം ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അച്ഛാ, അതായത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാണ്. അതുകൊണ്ടാണോ അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നതും അവരെ പ്രത്യേകം ക്ഷണിച്ചതാണോ? തീർച്ചയായിട്ടും അതെ ഡിജോ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് പരിശുദ്ധാവ് പാവങ്ങളോടും അഭയാർത്ഥികളോടും ഒക്കെ എടുത്തിട്ടുള്ള സ്നേഹവും കരുതലും ഒക്കെ നമ്മള് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധാവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാവ് പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും നമ്മൾ ഇന്നത്തെ ഫ്യൂണറലിന് ആയിട്ട് സെന്റ് മേരി മരിയ മേജർ ബസിലിക്കയിലേക്ക് എത്തുമ്പോഴും വളരെ ചുരുങ്ങിയ നമ്പറിൽ ഉള്ള ഡിഗ്നറ്ററീസിന് മാത്രമേ അവിടെ പ്രവേശിക്കാനുള്ള അവകാശമുള്ളൂ, അതിൽ പങ്കെടുക്കുവാനുള്ളൂ. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് പറയുന്നത് അവിടെയും
ആ, ആ, ആ മരിയ മജോർ ബസിലിക്കയുടെ നട കയറി പൂക്കളൊക്കെ ആയിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട്, അതായത് പരിശുദ്ധാവിന്റെ ഫ്യൂണറലിന്റെ ലാസ്റ്റ് റൈറ്റിൽ അവിടെ പങ്കെടുക്കുവാനായിട്ടും ഒരു പ്രത്യേക സംഘം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് അഭയാർത്ഥിയിൽപ്പെട്ടവരും പാവങ്ങളും ദരിദ്രരുമായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ളവരെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവർക്കും വലിയൊരു പരിഗണന ഇവിടുത്തെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാത്രമല്ല അതിനുശേഷമുള്ള ഫ്യൂണറൽ ലാസ്റ്റ് ഫൈനൽ റൈറ്റിലും കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ വളരെ ഹൃദയഭേദകമായ ഒരു കാര്യം തന്നെയാണ്, ഹൃദയസ്പർശിയായ ഒരു കാര്യം തന്നെയാണ്. കാരണം പരിശുദ്ധാവ് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയം അദ്ദേഹത്തിന്റെ ഫൈനൽ ഗുഡ് ബൈ പറയുന്നതിൽ അവരും ചേർന്നിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്നേഹിച്ച ഒരു അപ്പനാണ് അവർക്കും നഷ്ടമായിരിക്കുന്നത്. ലിജോ, എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ഏറ്റവും സ്നേഹം പ്രകടമാക്കേണ്ട ഒരു രീതി അത് തന്നെയായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആ ഒരു മൃതസംസ്കാര വേളയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്ര നേതാക്കളോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളോ വന്നിരിക്കുന്നതല്ല, തൻ്റെ അടുത്ത് ഈ അഭയാർത്ഥികളും പാവപ്പെട്ടവരും ഈ പറഞ്ഞ പോലെ കുടിയേറ്റക്കാരൊക്കെ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ച അത് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപാട് സ്വർഗത്തിൽ നിന്നാലും സന്തോഷിപ്പിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആദരവ് ആ ഒരു കാര്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഡിജോ, പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചതുപോലെ തന്റെ ഫ്യൂണറൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ ലിറ്റർജിക്കൽ സെലിബ്രേഷന്റെ തലവനായ മൻസിനിയർ ഡിയോഗോ റാവെല്ലി എല്ലാ കർദിനാളുമാരോടും കൂടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതായത് ഈ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു രാജ്യീയമായ ഒരു ഫ്യൂണറൽ ആയിരിക്കില്ല, ശവസംസ്കാര ചടങ്ങായിരിക്കില്ല. പക്ഷെ നമുക്ക് സ്നേഹിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ ഒരു ഇടയിന് കൊടുക്കുന്ന ഒരു പ്രതിനിധിയിലൂടെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ സിംപ്ലിസിറ്റി പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ച ആ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിന്റെ ആത്മാവ് തീർച്ചയായിട്ടും സന്തോഷം. ഡിജോ പറഞ്ഞതുപോലെ പാവങ്ങളോടും അഭയാർത്ഥികളോടും അവഗണിക്കപ്പെട്ടവരോടും ഒക്കെ ഒത്തിരി ഹൃദയം കൊണ്ട് ഒത്തിരി സാമീപ്യം പാലിച്ച പരിശുദ്ധ പിതാവിന് ഇന്ന് തീർച്ചയായിട്ടും ഈ അവരുടെ സാന്നിധ്യം വളരെ ആത്മാവിൽ ഉണ്ടാവുമെന്നാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനും എനിക്ക് വിശ്വസിക്കാനും സാധിക്കുന്നത്. ഓക്കെ അച്ഛാ, മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ വത്തിക്കാൻ പ്രസ് റിലീസ് അനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹവും വഹിച്ചുള്ള ഭൗതിക ശരീരം വഹിച്ചുള്ള ഘോഷയാത്ര അത് പെറുഗിനോ ഗേറ്റിൽ നിന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടുമെന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് അറിയില്ല, അതെങ്ങനെയാണ് അത് വത്തിക്കാൻ സ്ക്വയർ വഴി പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? അതെ, വത്തിക്കാൻ അതായത് 10 മണിക്ക് ഇവിടെ ലോക്കൽ സമയം 10 മണിക്ക് ആരംഭിക്കുന്ന വിശുർബാന അത് കഴിഞ്ഞതിന് ശേഷം വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ അല്ലാതെ, അതായത് പെറുജിന ഗേറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് താമസിച്ച കാസ സാന്ത മരിയ ഹൗസ് ആണ്. അപ്പൊ അതിലൂടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ വളരെ ട്രാഫിക് ഒഴിവാക്കുന്നതിനും വളരെ ഈസിയോടുകൂടി എക്സിറ്റ് ചെയ്യുന്നതിനുമാണ്. കാരണം ഇവിടെ വലിയൊരു ജനസാഗരം തന്നെയുണ്ട്. അപ്പൊ ഇതിലൂടെ പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവര് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് വത്തിക്കാൻ ബസിലിക്കയിൽ നിന്നും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ അതിന്റെ വലത് സൈഡിലുള്ള ഗേറ്റിലൂടെ ആയിരിക്കും. അത് കാസ സാന്ത മരിയ യുടെ ഹൗസിന്റെ അതിലൂടെയുള്ള ഒരു എക്സിറ്റ് ആണ്. അപ്പൊ അതിലൂടെ ആയിരിക്കും പോകുന്നത്. അതിലൂടെ പോയി പിയാസ വെനീസിയിലൂടെ കടന്ന് കൊളോസിയം കടന്നിട്ടാണ് ഒരു 6 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വിലാപയാത്രയിലൂടെ പാപ്പയുടെ അന്തിമ വിശ്രമം കൊള്ളുന്ന മരിയ മജോർ ബസിലിക്കയിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് റൂട്ടുകളെല്ലാം വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇവിടുത്തെയുള്ള സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് മാപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സെക്യൂരിറ്റിയാണ്, ട്രാഫിക് കൺട്രോൾ എല്ലാം ഉണ്ട്. ഇവിടെയുള്ള വിശ്വർബാന തുടങ്ങുന്നത് മുതൽ ഈ പോകുന്ന അന്തിമോപചാരം വിലാപയാത്രയായിട്ട് പോകുന്ന വഴിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക്ഡ് ആണ്. ഇത് പോകാൻ വേണ്ടി തന്നെ ആണ് ഉപയോഗിക്കുന്നതും. എല്ലാ ട്രാഫിക്കും സെക്യൂരിറ്റികളൊക്കെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടുന്ന് ഒരു അരമണിക്കൂർ സമയം എടുക്കുമെന്നാണ് അവിടെ എത്തിച്ചേരുവാനായിട്ട്, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകൾക്കും ശേഷം മരിയ മജോർ ബസിലിക്കയിലേക്ക് എത്തിച്ചേരുവാനായിട്ട്. ഈ അരമണിക്കൂർ എന്നുള്ളത് അത് കൃത്യമായ ടൈം തന്നെ പാലിക്കാൻ സാധിക്കുമോ വത്തിക്കാന്? കാരണം വിശ്വാസികൾക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് വത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്ന വഴിയെല്ലാം.
അപ്പോൾ ഒരു വലിയൊരു ഘോഷയാത്രയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത്ര വിശ്വാസികൾ നിൽക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തുവാൻ സാധിക്കുമായിരിക്കും അല്ലേ? അരമണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപക്ഷെ അവര് വളരെ സ്ലോ ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത്. കാരണം പോകുന്ന വഴിയിലൂടെ രണ്ട് സൈഡുകളിലും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വൻ ജനാവലി തിങ്ങിക്കൂടുന്നുണ്ടായിരിക്കും. പരിശുദ്ധ പിതാവിന്റെ ആ കോഫിൻ വഹിച്ചു കൊണ്ടുവന്ന് വിലാപയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അരമണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അത് കുറച്ചും കൂടെ നീളുവാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷെ എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ പറയുന്നത് എല്ലാ ട്രാഫിക്കുകളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുകയാണ് ആ റോഡിലൂടെ. അപ്പോൾ ബ്ലോക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ആളുകൾ രണ്ട് സൈഡിലും നിന്ന് പാപ്പയോട് ലാസ്റ്റ് ഒരു ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് വളരെ സ്ലോ ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അരമണിക്കൂർ എന്ന് പറഞ്ഞാലും അതിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. ഈ ഞങ്ങളുടെ ആശങ്ക എന്നുള്ളത് ഈ ഒരു പൊതുദർശനത്തിന് പോകുന്ന ഈ ഒരു ഘോഷയാത്ര അത് വത്തിക്കാൻ തത്സമയ സംരക്ഷണം ചെയ്യുമായിരിക്കും അല്ലേ? അത് തീർച്ചയായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. കാരണം അതിനെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള മീഡിയ ടീംസും അത് കവർ ചെയ്യുന്ന ഏജൻസിയൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ലിജോ, ഓക്കെ ചാച്ചാ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? തണുപ്പാണോ ഇപ്പോ? രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടോ? ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ചെറുതായിട്ട് വെയിലുണ്ട്. ഇപ്പം വെയിൽ കുറഞ്ഞു. ഏകദേശം ഒരു 14 ഡിഗ്രിയാണ്, 14-15 ഡിഗ്രിയാണ്. എങ്കിലും ഇന്ന് മഴയൊന്നും ഫോർകാസ്റ്റ് ചെയ്തിട്ടില്ല. നല്ലത് തന്നെ, വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.